ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ടിന്മേലോ ഏതെങ്കിലും വ്യക്തിയുടെ ആക്ഷേപത്തിന്മേലോ സ്വമേധയാലോ ഏതു സമയത്തും ഈ ചട്ടത്തിന് കീഴിൽ പുറപ്പെടുവിച്ച ഏതൊരു ഉത്തരവും പുനഃപരിശോധിക്കുവാൻ സർക്കാരിന് അധികാരമുണ്ടായിരിക്കും. കൂടാതെ സർക്കാരിന് പൊതു താൽപ്പര്യം മുൻനിർത്തി പ്രത്യേക അധികാരം വിനിയോഗിക്കുന്നതിനും അനുവാദം നൽകുന്നുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ സംസ്ഥാനത്തെ മലയോര ജനതയുടെ പതിറ്റാണ്ടുകളായുള്ള ആവശ്യമാണ് ഇതുവഴി നിറവേറ്റപ്പെടുന്നത്. ഇതോടെ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിച്ച ഭൂമി നിയമവിധേയമാവുകയാണ്. അതോടൊപ്പം ചെറുകിട ഇടത്തരം ആളുകളെ സങ്കീർണമായ നടപടിക്രമങ്ങൾ ഒഴിവാക്കി ലംഘനങ്ങൾ ക്രമവൽക്കരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. മുൻപ് സൂചിപ്പിച്ചതുപോലെ പല വിഭാഗങ്ങളെയും ഫീസിൽ നിന്ന് ഒഴിവാക്കി താരതമ്യേന കുറഞ്ഞ ഫീസ് നിരക്ക് ഏർപ്പെടുത്തി ക്രമവൽക്കരണത്തിൽ ലഘൂകരിച്ച നടപടിക്രമങ്ങൾ സ്വീകരിച്ചിരിക്കുകയാണ്. ഇത് മലയോര ജനതയോടുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിബദ്ധതയ്ക്ക് അടിവരയിടുന്നൊരു കാര്യമാണ്. ഇതോടൊപ്പം ചൂണ്ടിക്കാണിക്കാനുള്ളൊരു കാര്യം GSTയുമായി ബന്ധപ്പെട്ടതാണ്. GST നിരക്ക് ഘടനയുടെ പരിഷ്കരണം നടപ്പാക്കുമ്പോൾ സംസ്ഥാനത്തിനുണ്ടാകുന്ന വരുമാന നഷ്ടത്തെക്കുറിച്ച് വലിയ ആശങ്കയാണുള്ളത്. ഇത് ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ GST നിരക്ക് ഘടന പുനഃപരിശോധിക്കുമെന്നുള്ള പ്രഖ്യാപനമാണ് ഉണ്ടായത്. ഇക്കാര്യത്തിൽ സംസ്ഥാന ധനമന്ത്രിമാരുടെ സമിതിയിൽ ചർച്ചകൾ നടന്നിട്ടുണ്ട്. GST കൗൺസിൽ യോഗം ഉടനെ ചേരുമെന്നും മനസ്സിലാക്കുന്നതാണ്. GST നിരക്കുകൾ പുനഃപരിശോധിക്കുമ്പോൾ വരുമാന നഷ്ടം നേരിടുന്ന സംസ്ഥാനങ്ങളുടെ ആശങ്കകൾ കേന്ദ്രം പരിഹരിക്കേണ്ടതുണ്ട്. കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള 50:50 എന്ന നിരക്ക്, ആ നിരക്ക് വിഭജനം സംസ്ഥാനങ്ങളുടെ വരുമാനക്കുറവിന് കാരണമാവുകയാണ്. അവശ്യ വസ്തുക്കളുടെ നികുതി നിരക്ക് കുറക്കുന്നതിലൂടെ സാധാരണ പൗരൻ്റെ നികുതി ഭാരം കുറക്കാൻ കഴിയുന്ന ഏതൊരു നടപടിയും സ്വാഗതാർഹമാണ്. പക്ഷേ സംസ്ഥാനങ്ങൾക്കുള്ള വരുമാന നഷ്ടം ദരിദ്രർക്കും സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങൾക്കും വേണ്ടിയുള്ള ക്ഷേമപ്രവർത്തനങ്ങൾക്കാണ് തടസ്സമുണ്ടാക്കുക. അതുകൊണ്ട് തന്നെ സംസ്ഥാനങ്ങൾക്ക് ആവശ്യമായ നഷ്ടപരിഹാരം ലഭിക്കണം. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും നിരക്ക് പുനഃപരിശോധിച്ചതുമൂലം വിലയിലുണ്ടായ കുറവ് ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുന്നുവെന്ന് ഉറപ്പുവരുത്തണം. ഇതും പ്രധാനമന്ത്രിയോട് കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ സാധാരണ നിലക്ക് കണ്ടുവരുന്ന ഒരു രീതി, വിലയിൽ കുറവ് ഉപഭോക്താക്കൾക്ക് ഇത്തരം ഘട്ടത്തിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അത് ഉറപ്പുവരുത്തണം എന്നുള്ളതാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. സാമൂഹ്യ സാമ്പത്തിക മേഖലകളിലെ ചെലവ് ബാധ്യതകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സംസ്ഥാനങ്ങൾക്ക്
വളരെ പരിമിതമായ വരുമാന സമാഹരണ അധികാരങ്ങൾ മാത്രമേ ഉള്ളൂ. നിലവിൽ ഓപ്പൺ മാർക്കറ്റ് കടമെടുപ്പുകളിലൂടെ വിഭവങ്ങൾ സമാഹരിക്കുന്നതിന് നിരവധി നിയന്ത്രണങ്ങളുണ്ട്. ഈ സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ GST നിരക്ക് പരിഷ്കരിക്കുന്നതിലൂടെ പെട്ടെന്നുണ്ടാകുന്ന വരുമാന നഷ്ടം സംസ്ഥാനങ്ങളുടെ വരുമാന ശേഖരണ ശേഷിയെ കൂടുതൽ ദുർബലമാക്കും. അതുകൊണ്ട് GST നിരക്ക് പുനഃപരിശോധിക്കുമ്പോൾ സംസ്ഥാനത്തിൻ്റെ വരുമാന നഷ്ടം വിലയിരുത്തുന്നതിന് ആവശ്യമായ നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണം. മതിയായ നഷ്ടപരിഹാരം നൽകുന്നതിന് സംവിധാനം ഏർപ്പെടുത്തണം. ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രിയുടെ അടിയന്തര ഇടപെടൽ ഉണ്ടാകേണ്ടതുണ്ട്. നമ്മുടെ സംസ്ഥാനം നേരിടുന്ന മറ്റൊരു പ്രശ്നമാണ് സംസ്ഥാനം നേടിയ വികസന കുതിപ്പിൽ പുതിയൊരധ്യായത്തിനു കൂടി ഈ മാസം 31-ന് തുടക്കമാവുകയാണ്. ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപ്പാത, ആ തുരങ്കപ്പാതയുടെ നിർമ്മാണ പ്രവൃത്തികൾക്ക് അന്നാണ് തുടക്കം കുറിക്കുന്നത്. പാരിസ്ഥിതിക അനുമതി ലഭിച്ചതിനെ തുടർന്നാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന തുരങ്കപാതയുടെ നിർമ്മാണ ചെലവ് 2134 കോടി രൂപയാണ്. 8.73 കിലോമീറ്റർ ദൂരം വരുന്ന പാതയുടെ 8.1 കിലോമീറ്റർ ഇരട്ട ടണലായാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡാണ് പാതയുടെ നിർവഹണ ഏജൻസി. കോഴിക്കോട്, വയനാട് ജില്ലകളിലായി 33 ഹെക്ടറോളം ഭൂമിയാണ് ഇതിനായി ഏറ്റെടുക്കേണ്ടത്. ഇതിൽ വനഭൂമി നേരത്തെ കൈമാറിയിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.